നമസ്കാരം. VMTV ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉൾട്ടാ ജംഗ്ഷനിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഉൾട്ടാ ജംഗ്ഷൻ എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം അറിയാം. ഓരോ നാട്ടുമകളിൽ പോയിട്ട് ഓരോരോ ആൾക്കാരെ പ്രാങ്ക് ആക്കുന്ന ഒരു വീഡിയോ, വളരെ ചെറിയൊരു വീഡിയോ ആണ് ഉൾട്ടാ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഉൾട്ടാ ജംഗ്ഷനുമായിട്ട് ഞങ്ങൾ എത്തുന്നത് വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വേങ്ങോട് SUT ജംഗ്ഷനിൽ അടുത്ത് വിജയമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി, ഒരു നല്ല സുന്ദരമായിട്ടുള്ളൊരു ചേച്ചി, അതോടൊപ്പം തന്നെ ഒരു സുന്ദരമായിട്ടുള്ളൊരു ചായക്കട നടത്തുന്ന ഒരു ചേച്ചി. ആ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി, ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ആ കട പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. എന്നോടൊപ്പം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശിബിയണ്ണനുണ്ട്. ശിബിയണ്ണ, അപ്പോൾ നമുക്ക് പൊളിക്കണം. ഒരുപാട് പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയും ഒരിക്കൽ കൂടി പറയട്ടെ, ഒരാളെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള ഒരു വീഡിയോ അല്ല ഇത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ല. എല്ലാവരുടെയും ഒരു വിഷമം വരുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഉൾട്ടാ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി ഇവിടുത്തെ കട ഒഴിപ്പിക്കേണ്ട കാര്യത്തിന്റെ ഒരു പേപ്പർ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. അല്ല, നമ്മുടെ ഈ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഈ റോഡിന്റെ സൈഡിലുള്ള കടകളൊക്കെ ഒഴിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. വിജയമ്മയുടെ സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഏത് വാർഡാണ് വരുന്നത് നിങ്ങൾ? 36 മെമ്പറാരാ? റോഡിന്റെ വികസനമല്ലേ നമുക്ക് നാടിന്റെ ഒക്കെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റോഡിന്റെ വികസനമല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരും സഹകരിക്കണ്ടേ? വാർഡ് വികസിക്കണ്ടേ? അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ റോഡ് വികസനം ചാർജ് എടുത്തിട്ട് എല്ലാം മാറ്റണം. അല്ല, ഇതൊക്കെ മാറ്റണം. എല്ലാം മാറ്റണം. എനിക്ക് കാണിക്കേണ്ട ഞാൻ വിളിച്ചോ അതിനോട് സംസാരിച്ചു. ഞാനോട് ചായ കുടിക്കാൻ വന്നതാണോ? വേറെ സംസാരമൊന്നും വേണ്ട.
ആ വാശിയാ വാശി തന്നെ. ഞങ്ങളെ പൊളിച്ചു മാറ്റാൻ തയ്യാറല്ല. ഇല്ല, പൊളിച്ചു മാറ്റത്തില്ല. നിങ്ങൾ എന്തായാലും ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങൾ ജീവിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റുന്നത്. ശിബി ശിബി കളിക്കുന്നുണ്ട്. ശിബി ഞാൻ ബോധ്യപ്പെടുത്തുന്നു ആരാണെന്ന്. അമൂല്യാണ് വെറുതെ കളയല്ലേ. ഈ പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞ ചേച്ചിയുടെ പേര് പറ. ചേച്ചിയുടെ പേര് പറ. ചേച്ചിയുടെ പേര് പറ. എന്റെ പേര് എന്തിനാ പറയുന്നത്? എന്റെ ആന്റി ആയത്. എന്റെ പേര് മീൻ. സാറ് ഞങ്ങളുടെ മൊബൈൽ നമ്പർ എന്തിനാ എഴുതുന്നേ? അതെന്തുവാ ഞങ്ങളുടെ എഴുതേണ്ട കാര്യം എന്തുവാ? മാറ്റി. അല്ല അങ്ങനെയല്ല ആന്റി, കാര്യം പറഞ്ഞില്ല. ഇയാളെന്തിനാ സംസാരിക്കുന്നേ? ഈ നമ്പർ നമുക്ക് ഓക്കെ. ഞാൻ പറയട്ടെ മേഡം, ഞാൻ പറയട്ടെ. അതായത് അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് 13-ാം തീയതിക്കുള്ളിൽ ഈ കട പൊളിക്കണം ആദ്യം വന്നിരിക്കുന്ന പേപ്പർ. പറയട്ടെ 13-ാം തീയതിക്കുള്ളിൽ, അതായത് ഓഗസ്റ്റ് 13-ാം തീയതിക്കുള്ളിൽ. അവര് പാവം ജീവിക്കാനിരിക്കുന്നു. അവര് ജീവിക്കാനിരിക്കുന്ന അല്ല, അവര് ഇതൊന്നും ഇത്രയും പൊളിച്ച് മാറ്റി വെച്ചു. സാർ പറയുന്നത് മക്കൾ അവിടെ ഇരുന്നു. ഞാൻ പറയുന്നത് കേൾക്കും വിജയമ്മ. വിജയമ്മ പറയുന്നത് പറയും. അതായത് സാറേ അവർക്ക് ഇരിക്കാനുള്ള ഒരു പൊസിഷൻ റേറ്റിംഗ് കൊടുക്കും സാറേ. ഒരാൾ പാട്ട്, ഒരാൾ ആക്രോബാറ്റിക്. ഞാൻ പറയട്ടെ ആളോട്. തന്റെ പേര് കേസ് കൊടുക്കണം. സാറേ പാവപ്പെട്ടവര് ജീവിക്കുന്ന കാര്യമോ സാർ എന്ത് പോയി കാണിക്കുന്നേ? എന്തോ അതെന്തോ സാറെന്താ കേസ് കൊടുക്കുന്നത്? ഞങ്ങൾ കേസ് കൊടുത്താൽ എടുക്കത്തില്ലയോ? അല്ല, ഞങ്ങൾ പാവപ്പെട്ടവർ കേസ് കൊടുത്താൽ എടുക്കത്തില്ല. ഉദ്യോഗസ്ഥന്മാർ മാത്രം കേസ് കൊടുത്താൽ എടുക്കത്തുള്ളോ? എല്ലാ കാര്യത്തിലും അല്ല, മെമ്പർ വരട്ടെ. അതെ, മെമ്പർ അഖില വരട്ടെ. സാറേ ഇവിടുത്തെ കൗൺസിലർ അഖില. മൂവ്മെന്റ് പെർമിറ്റ് എത്ര എഴുതിയിരിക്കുന്നത്? 10/11/2024. ഞാൻ സാറേ നിങ്ങൾ ഈ കട ഉദ്ദേശിച്ച് തന്നെയാണോ വന്നത്? ഈ കട ഉദ്ദേശിച്ച് തന്നെയാണോ വന്നത്? അതെങ്ങനെ സാറേ നിങ്ങൾ അവിടെ പോകുന്നത്? അത് പഞ്ചായത്താ. ഞാൻ ഇവിടെ ഒരു കട ഒഴിപ്പിക്കുന്നതിന്റെ ഇതുമായിട്ട് നമ്മളിവിടെ വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇതണക്ക് നമ്മള് പൊളിച്ചു മാറ്റാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ കൊടുക്കാം. ഹലോ സാറേ, നമസ്കാരം. വിജയമ്മ എന്ന ഞാനാണ്. ഹലോ സാറേ, ഞാൻ കൊല്ലക്കാരിയാണ്. ഈ ദേശത്ത് 30 വർഷമായി. ഞാൻ എൻ്റെ ഉപജീവന മാർഗം, അതായത് രാവിലെ വന്ന് മോരും സർവത്തും മരങ്ങ വെള്ളം വയ്ക്കണം. അതിനുശേഷം 2 മണി എന്തെങ്കിലും ഉണ്ടാക്കി വരുന്നവർക്ക് കൊടുക്കും. അതുകൊണ്ട് പോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി മേടിച്ചു കൊടുക്കും. 3500 രൂപ വാടക കൊടുത്ത് ട്രാൻസ്പോർട്ടിൽ ഓടുന്ന ഒരു ഡ്രൈവറിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ നാട്ടുകാരെ ഒരു കരിയാപ്പല തൈ പോലും തന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ വന്നിട്ട് എനിക്കറിയാൻ പേര് അത് വന്നിട്ട് ഒഴിപ്പിക്കാന്നല്ല സാറേ. എനിക്ക് ഈ കട വെക്കാൻ എവിടെങ്കിലും സാറേ പുറമ്പോക്കെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൻ്റെ മതിലിൻ്റെ വിലയിൽ, അതായത് ചെട്ടുകൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് മോര് പിടിച്ചിട്ടുള്ളതാണ്. പക്ഷേ കുടമ്പോരെന്ന് ബോർഡ് വെച്ചേക്കുന്ന കടയാണ്. അപ്പം ആ കുടമ്പോ എന്തോ താനെന്തിനോട് പുറകെ വരുന്നത്? താൻ ചായ കുടിച്ച് താൻ തന്നെ അതെന്തോ ഞങ്ങൾക്ക് വരാൻ പാടില്ല എന്നുണ്ടോ? പാടില്ലേ? താനെന്തിനാണോ ദേഷ്യപ്പെടുന്നേ? ഞങ്ങൾ വരുന്നേ നിങ്ങൾ എന്തുവാ പറയുന്നത്? അവരെ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. ആ രണ്ട് കാർ ചേർന്ന് പോകാൻ വഴിയുണ്ട്. എൻ്റെ കട ഇരിക്കുന്നിടത്തുന്ന മെയിൻ റോഡിൽ കയറണമെങ്കിൽ 2 ബൈക്ക് ചേർന്ന് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് എത്തത്തുള്ളൂ. ബസ് പോകുന്നു. അവര് പറയുന്നത് പൊളിച്ച് മാറ്റി കൊടുക്കണം. അതെന്താ സാറേ കാര്യം എന്ന് പറഞ്ഞിട്ട്
എല്ലാം പോയി എനിക്കറിയില്ല ഇപ്പൊ എന്താ ചെയ്യാത്ത സാറ് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. സാറ് പറയുന്നത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ ഈ വാർഡിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ട വട്ടപ്പാറ കേന്ദ്രം വിളിക്കുന്ന ആ ഒരു ബഹുമാനം ഞാൻ സംസാരിക്കുന്നു. സാർ എന്താ പറയുന്നത് വെച്ചാൽ അതേപോലെ ചെയ്യാൻ എനിക്ക് തയ്യാറാണ്. ഞാൻ സംസാരിക്കുന്നു. പ്രിയ സാറാണെങ്കിൽ ഇപ്പൊ കേശുവാങ്ങളെ ഇപ്പൊ വിളിക്കും. ബാക്കി സാറിനോട് ഇപ്പൊ സംസാരിക്കും. ഹലോ സാർ. മാറിയായിരുന്നു പുതിയ ആളാ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ അതെ നമുക്ക് പേടിയൊന്നുമില്ല. നമ്മളങ്ങനെ പെട്ടെന്നൊന്നും മാറത്തില്ല. കേട്ടാ ഇനി എന്തായിരുന്നാലും വേറെ കേസ് നിങ്ങൾ കാര്യം ചെയ്യും. ഈ ബോർഡുകളും ഇതെല്ലാം ഇപ്പൊ അഴിച്ചു മാറ്റി ഇത് മാത്രം വെച്ചേക്ക് ബാക്കി എല്ലാം അതിവിടെ റോഡിൽ വയ്ക്കാൻ പറ്റില്ല. ഇത് കറക്റ്റ് ആയിട്ട് ടെൻഷൻ അടിക്കല്ലേ? ഒരു ടെൻഷൻ വേണം. ഇത് എഴുതിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാൻ വരൂ. പറഞ്ഞുതരാൻ വരൂ. അല്ല ആന്റി നോക്കി അത് കിടക്കുന്ന എല്ലാ സാധനവും പൊളിക്കണം എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായി? അണ്ടർസ്റ്റാൻഡ് അത്രേ ഉള്ളൂ. ഇത് വേറെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പരിപ്പാട വെക്കുന്ന വിജയമ്മ ഈ വിജയമ്മയാണോ? നമുക്ക് മാറിയിട്ടില്ലല്ലോ. അത് രാജമ്മ. അല്ലല്ല അത് ഗിരിജ. അത് ഗിരിജ. വിജയമ്മ പരിപ്പാട വെക്കുന്ന വിജയമ്മ. അത് റോട്ടിൽ പറ്റില്ല. റോട്ടിൽ പറ്റില്ല. റോട്ടിൽ പറ്റില്ല. മെയിൻ റോഡ് ടാക്സ് അടച്ചാൽ നോക്കുന്നത്. ഇതാണ് നമ്പർ. ഇതാണ് നമ്പർ. ചേട്ടാ ഇത് എന്തുവാ ഈ പറയുന്നേ? നിങ്ങൾ ഡ്യൂട്ടി പോടോ. ഇയാൾ പോടോ. ഡ്യൂട്ടി ഇത് കേസ് മാറും കേട്ടോ. ഇത് കേസ് മാറും. എന്ത് കേസ് മാറും? ഭർത്താവിന്റെ പേരെന്താണ്? ഈ കാർ ആരുടെ ലൈസൻസ്? സുനി അണ്ണേ. എന്ത് ലൈസൻസ് തരുമോ? ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ കാർ അതൊന്നും പറയണ്ട. നിങ്ങൾ ചായ കുടിക്കുന്നില്ലേ? ലൈസൻസ് ഇല്ലാത്ത കാറിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടി നിങ്ങൾ ആര് പറഞ്ഞു? ആര് പറയണം? ലൈസൻസ് ഉണ്ടെങ്കിൽ ചായ കുടിക്കുന്നു. ഞാൻ ആഹാരം കൊടുക്കുന്നതാണ്. അതായത് വേറെ ഒന്നുമില്ല വിജയമ്മ. പറയട്ടെ, ഇന്ന് നമുക്ക് 10 കടയിൽ കയറണം. ആ 10 കടയിൽ കയറിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 10 കടയിൽ നിന്ന് കളക്ഷൻ കിട്ടും. അതാണ് ഒരു ചിന്ത. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, വല്ലതും തന്നാ നടക്കും? 10 കടയിൽ നിന്ന് കളക്ഷൻ കിട്ടും. എനിക്ക് സന്തോഷമാണ് സാറേ. എനിക്കൊരു വിഷമമൊന്നുമില്ല. കാരണം ഞാൻ ഉപജീവനം ചെയ്യുന്നത് അതൊന്ന് കഞ്ചാവും മയക്കുമരുന്ന് ഈ പരിസരത്ത് വെക്കുന്നിടത്ത് കയറാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് ഈ പാവപ്പെട്ട പൊരിപ്പോരയിൽ കയറാൻ നിങ്ങൾക്ക് സമയമുള്ളൂ. പഞ്ചായത്ത് മാത്രമാണ് നോക്കുന്നത്. അല്ല പിന്നെന്തുകൊണ്ട് സാറേ? പഴംപൊരിയില്ലേ? ഉണ്ട്. ഉണ്ടപ്പൊരിയില്ലേ? ഉണ്ട്. ചായയില്ലേ? ഉണ്ട്. കട്ടൻ ചായയില്ലേ? ഉണ്ട്. സർവ്വത്യാഗത്തില്ലേ? മോരുണ്ട്, കുടംമോരുണ്ട്. അതറിയോ? നാരങ്ങ വെള്ളമുണ്ട്. കൈ വെക്കുന്നത്, മൂക്കി വെക്കുന്നത്, നെഗരി പിടിക്കുന്നത് അത് വേറെ കടകൾ. ഇന്ത്യൻ ബീനിൽ സാറേ ഇയാളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ലേ? നമ്മള് ഈ മുനിസിപ്പാലിറ്റിന്ന് വിജയമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? ടെൻഷൻ അടിക്കാൻ പാടില്ല ഒരിക്കലും. ഈ ചിരിച്ച നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആര് വന്നാലും ശക്തിയോട് കൂടി വേദനം. മനസ്സിലാവുന്നുണ്ടോ? വണ്ടിക്കകത്ത് TV ചാനലിൻ്റെ നമ്മുടെ ഒരു യാത്ര, ഉൾട്ടാ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രാങ്ക് ഒരു യാത്ര ഇന്ന് എത്തിയത്, ഇന്ന് ചെയ്തിരിക്കുന്നത് വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് SUT ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു ഉച്ച സമയത്ത് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്ത സമയത്ത്
ഈ ചേച്ചി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉദിച്ചൊരു സംഭവമാണ് ഒന്ന് ജസ്റ്റ് ചുമ്മാ, അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നേരിടുമ്പോൾ, ഇതുപോലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കടകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തം ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഉപജീവനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഒരു വനിത പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരാളുടെ സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട രാജമ്മേച്ചി, വിജയമ്മേച്ചി, പേര് മാറിപ്പോയി, അവിടെയാണ് രാജമ്മേട്ട. അപ്പൊ വിജയമ്മേച്ചി വളരെ ഗംഭീരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയമ്മേച്ചി ലാസ്റ്റ് പറഞ്ഞ എന്റെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏഷ്യാനെറ്റിലൊരു അവസരം എന്തെങ്കിലും. അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഉൾട്ടാ ജംഗ്ഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന ഈ വിജയമേച്ചിക്ക് VMTV ചാനൽ നൽകുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന സ്നേഹ സമ്മാനമുണ്ട്. അത് നൽകുന്നത് VMTV ചാനലിൻ്റെ MD ആയ റീന മാഡമാണ് ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെയുണ്ട്. ഇതാ നല്ല അഭിനേത്രികൾ, കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഒരു ചിരി പോലും ഇല്ല, ചിലപ്പോൾ ഇടയ്ക്ക് ചിരി ഒന്നുമില്ലേ, ചിരി പോലും ഇല്ലാതെ നമ്മളെ സഹായിച്ചവര് നമ്മുടെ ടീം അംഗങ്ങൾ ഇദ്ദേഹത്തെ കൂട്ടി എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇദ്ദേഹമാണ് ഏഷ്യാനെറ്റ് വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു പരമ്പരയിൽ കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തത്. അന്ന് കുറച്ച് തടി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് സ്ലിമായി. ഇനി കട പൂട്ടണ ഇല്ല. സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ സ്ഥലത്ത് ഇതുപോലെ അല്ലെങ്കിൽ പ്രതിരോധ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനും അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരാളുമായിട്ട് നമ്മൾ വരും, ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളുടെ VMTV ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര മീഡിയ, ഈ രണ്ട് ചാനൽ എല്ലാവരും ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, ന്യൂസുകൾ, നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള പ്രാങ്ക് വീഡിയോസ് ഒക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വിടാം അല്ലേ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.